നിങ്ങളുടെ കൂടെയുള്ളവർക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും അവരെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ സഹായിച്ചിട്ടും അല്ലെങ്കിൽ അവർക്ക് വേണ്ടതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുത്തിട്ട് പോലും അവർ നിങ്ങളെ വിലമതിക്കുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ആ ഒരു സ്ഥാനമോ ബഹുമാനമോ ഒന്നും അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? മിക്കവാറും എല്ലാവരും തന്നെ അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുകയും എന്നാൽ ആ ആവശ്യം കഴിയുമ്പോൾ നമ്മളെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ അകറ്റി നിർത്തുകയോ ഒക്കെ ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ നിങ്ങളുടെ വാല്യൂ ഉയർത്തുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ വിലമതിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളെ മാറ്റുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിലേറ്റവും ആദ്യത്തെ പോയിൻ്റാണ് സെൽഫ് റെസ്പെക്റ്റ്. നിങ്ങൾ സ്വയം ബഹുമാനിക്കണം. മറ്റൊരാൾ നിങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ കാത്തിരിക്കരുത്. നിങ്ങൾ സ്വയം ബഹുമാനിച്ചെങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് നിങ്ങളോടൊരു ബഹുമാനം തോന്നൂ. സെൽഫ് റെസ്പെക്റ്റ് എന്നത് ചില സമയങ്ങളിൽ അല്പം സെൽഫിഷാണ്. അതായത് നമ്മുടെ തീരുമാനങ്ങളുടെ കൂടെ നിൽക്കുക, നമ്മുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുക എന്നൊക്കെ പറയുന്നത് ചില സമയങ്ങളിൽ സെൽഫിഷ് തന്നെയാണ് മറ്റുള്ളവർ നോക്കുമ്പോൾ. പക്ഷെ നമ്മുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യവുമാണത്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു മാനസികാവസ്ഥയെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് സ്വയം സ്നേഹിക്കാനോ സ്വയം ബഹുമാനിക്കാനോ കഴിയില്ല. സ്വയം വില കുറച്ച് കാണുന്ന ഒരാളെ മറ്റുള്ളവരൊരിക്കലും വില മതിക്കുകയുമില്ല. അതുകൊണ്ട് ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യം സെൽഫ് റെസ്പെക്റ്റ് തന്നെയാണ്. രണ്ടാമത്തെ പോയിൻ്റാണ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ബൗണ്ടറീസ് അല്ല, നമ്മുടെ വീടിനോ പറമ്പിനോ ഉണ്ടാക്കുന്ന ചുറ്റുമതിലുകളല്ല. നമ്മുടെ ബന്ധങ്ങളിൽ അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ആർക്കാണ് സ്വാതന്ത്ര്യമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഒരു കാരണവശാലും നിങ്ങളുടെ കാര്യത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ ഇടപെടാൻ ആരെയും അനുവദിക്കരുത്. അത് നിങ്ങളുടെ പാരൻസ് ആണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ്, അങ്ങനെ ആരാണെങ്കിൽ പോലും. കാരണം നിങ്ങളെ 100% അറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ്, മറ്റൊരാൾക്കുമല്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ അതിർവരമ്പുകൾ നിശ്ചയിക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് അടുക്കുന്നതിൽ മാത്രമല്ല, നിങ്ങൾ മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ പോലും നിങ്ങൾ സ്വയം ലിമിറ്റ് ചെയ്യുക. ഒരാൾക്കും ഒരു കാര്യത്തിലും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുകയും അരുത്, എന്നാൽ അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരാളുടെ കാര്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുകയും അരുത്. മൂന്നാമത്തെ കാര്യമാണ് ഡിപ്പെൻഡൻസി കുറയ്ക്കുക എന്നുള്ളത്. ഡിപ്പെൻഡൻസി എന്നുദ്ദേശിക്കുന്നത് പല രീതിയിലുള്ള ഡിപ്പെൻഡൻസി ഉണ്ട്. നമ്മുടെ മെൻ്റൽ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഇമോഷണൽ ഡിപ്പെൻഡൻസി, ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി, ഇതെല്ലാം അതിൽപ്പെടും. ഒരു കാര്യത്തിലും അല്ലെങ്കിൽ ഒരു രീതിയിലും നമ്മൾ മറ്റൊരാളിൽ പൂർണ്ണമായും ആശ്രയിക്കരുത്. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എമൗണ്ടെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായി ഏൺ ചെയ്യാൻ കഴിയണം. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. ഓൺലൈൻ ത്രൂ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ചെറിയ ചെറിയ എന്തെങ്കിലും വർക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാം. ഒരു സ്റ്റിച്ചിങ്ങോ ക്രാഫ്റ്റിങ്ങോ എന്തുമാകാം. നിങ്ങളുടെ കാര്യങ്ങൾക്കുള്ള ഏർണിംഗ് നിങ്ങൾ സ്വയം കണ്ടെത്തണം. അങ്ങനെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി ഒഴിവാക്കാം. അതുപോലെ തന്നെ ഇമോഷണൽ ഡിപ്പെൻഡൻസി. എപ്പോഴും നമ്മളെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ പറയാൻ, നമ്മുടെ വിഷമങ്ങൾ പങ്കുവെക്കാൻ മറ്റൊരാളെ നിങ്ങൾ ആശ്രയിക്കരുത്. എപ്പോഴും നിങ്ങൾക്ക് മറ്റൊരാളുണ്ട് എന്ന് വിചാരിച്ച് ആശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ എപ്പോഴും എന്തെങ്കിലും കാര്യത്തിന് മറ്റൊരാളിൽ ആശ്രയിക്കുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ അതൊരു നല്ല കാര്യമായി തോന്നിയേക്കാം, പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ അയാൾക്കും അതൊരു ബുദ്ധിമുട്ടാകും. അതായത് നമ്മൾ അയാൾക്കും ഒരു ബാധ്യതയായേക്കാം. അതുകൊണ്ട് ആ ഒരു അവസരം കൊടുക്കരുത്. നിങ്ങളിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക. മറ്റൊരാളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അതുതന്നെയാണ്. നാലാമത്തെ കാര്യം ആവശ്യമില്ലാത്ത തർക്കങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ തർക്കിക്കുന്നത്. അത് ബന്ധങ്ങളിലാണെങ്കിലും നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ. അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ നിന്ന് എപ്പോഴും വിട്ടു നിൽക്കുക. നിങ്ങൾ എത്ര കൂടുതൽ തർക്കിക്കുന്നോ അത്രയും കൂടുതൽ നിങ്ങളുടെ വില നിങ്ങൾ തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. പൊതുവെ തർക്കിക്കുന്ന ആൾക്കാരോട് ആർക്കും തന്നെ താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ അതേസമയം കാര്യങ്ങളെ വളരെ ക്ലിയറായി കാണുകയും കാര്യങ്ങളെ വളരെ ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ വളരെ സൗമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരോട് എല്ലാവർക്കും തന്നെ ബഹുമാനം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറാൻ ശ്രമിക്കുക. അതായത് ഏതൊരു കാര്യമാണെങ്കിൽ പോലും വെറുതെ തർക്കിക്കുന്നതിന് പകരം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുകയോ കാര്യങ്ങൾ പഠിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യുക. അഞ്ചാമത്തെ കാര്യമാണ് ഒരു സെൽഫ് ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളത്. സെൽഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് പല തലങ്ങളുണ്ട് അതിന്. നിങ്ങളുടെ സ്കിൽസ് ആവാം, നിങ്ങളുടെ ആരോഗ്യമാകാം, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആവാം, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ആവാം,
നിങ്ങളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റമാകാം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുക, മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുക. എപ്പോഴും ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ തുടരാതെ, അല്ലെങ്കിൽ ആയിരിക്കുന്നതിനേക്കാൾ മോശമായ ഒരവസ്ഥയിലേക്ക് പോകാതെ എപ്പോഴും അതിനെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. മുന്നോട്ട് പോകുന്നവരെ അല്ലെങ്കിൽ വിജയിക്കുന്നവരോടൊപ്പം നിൽക്കാനേ എല്ലാവരും ഇഷ്ടപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ എല്ലാവരും അംഗീകരിക്കുകയുള്ളൂ, ബഹുമാനിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സ്വയം നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെട്ട രീതിയിലേക്ക് ഇംപ്രൂവ് ചെയ്യുക, സെൽഫ് ഗ്രോത്ത് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ 6ാമത്തെ കാര്യമാണ് ആവശ്യമില്ലാത്ത എക്സ്പ്ലനേഷൻസ് ഒഴിവാക്കുക. പലപ്പോഴും നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും ചിന്തിക്കാതെ, നിങ്ങളുടെ ഭാഗമായിരിക്കാം പലപ്പോഴും ശരി, എങ്കിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുകയാണ്. ആവശ്യമില്ലാത്ത വിശദീകരണങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ട ഒരവസ്ഥ. നിങ്ങളുടെ ഭാഗത്ത് എന്താണെങ്കിൽ പോലും അതിനെ നിങ്ങൾ ന്യായീകരിക്കേണ്ട ഒരവസ്ഥ പലപ്പോഴും വളരെ വേദനാജനകം തന്നെയാണ്. എന്നാൽ അതിന് പകരം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ നല്ല ബോധ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളിൽ നല്ല വിശ്വാസമുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിലായിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർ എന്തും വിചാരിച്ചോട്ടെ, നിങ്ങൾക്ക് നിങ്ങളെ അറിയാം. നിങ്ങൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് സ്വയം ചിന്തിച്ചാൽ മാത്രം മതി. പരമാവധി തെറ്റുകൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. എങ്കിൽ പോലും നിങ്ങൾ സ്വയം തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ അവിടെ നിങ്ങൾ സോറി പറയാനോ അല്ലെങ്കിൽ ഒരു ക്ഷമാപണം നടത്താനോ തയ്യാറാവുക. അതിനു പകരം മറ്റൊരാളുടെ മുമ്പിൽ ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നത് ഒഴിവാക്കുക. കാരണം പൊതുവെ ആൾക്കാരും ഒരു പരിധിയിൽ കൂടുതലുള്ള വിശദീകരണങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പോയിട്ട് കേൾക്കാൻ പോലും തയ്യാറായെന്ന് വരില്ല. വെറുതെ കേട്ടുകൊണ്ട് നിന്നാൽ പോലും അവരത് കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ ചുമ്മാ എക്സ്പ്ലെയിൻ ചെയ്ത് ടൈം കളയുന്നതും നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യുന്നതും മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്പ്ലനേഷൻസ് കുറച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ മറ്റുള്ളവർ നമുക്ക് തരുന്ന വിലയേറുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ നമ്മളെ തന്നെ വിലമതിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് സ്വയം ഒരു സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ നമുക്ക് സ്വയം ഒരു ആത്മവിശ്വാസം കൂടാനും ഈ കാര്യങ്ങൾ സഹായിക്കും. ഇന്ന് പറഞ്ഞ ഈ കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പോകുന്നത് ഏതാണ് എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ ഇൻസൈറ്റുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ മൈൻഡ്ഫുൾ, സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് ബി ഹാപ്പി.